പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ പുതുതായിട്ട് ലോഞ്ച് ചെയ്ത ആൾ ഇൻ വൺ ഇങ്ക് ടാങ്ക് കളർ പ്രിന്ററായ എപ്സൺ L4260 എന്ന പ്രിന്റർ ഐഫോണിൽ നിന്ന് എങ്ങനെ പ്രിന്റ് സ്കാൻ ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. മൊബൈലിൽ നിന്നും പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ വഴിയാണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്. അതിന് നമുക്ക് ആദ്യം ആപ്പ് സ്റ്റോർ ഓപ്പൺ ആക്കണം. ആപ്പ് സ്റ്റോറിൽ പോയിട്ട് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മാത്രമേ മൊബൈലിൽ നിന്നും പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ആപ്പ് സ്റ്റോർ ഓപ്പൺ ആക്കുന്നു. ആപ്പ് സ്റ്റോറിൽ താഴെ കാണുന്ന സെർച്ച് ക്ലിക്ക് ചെയ്യുക. അവിടെ വന്നിട്ട് നമുക്ക് എപ്സൺ iPrint എന്നുള്ള ആപ്ലിക്കേഷൻ ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് എപ്സൺ പ്രിൻ്റർ ആപ്പ് എന്നുള്ള ജസ്റ്റ് ടൈപ്പ് ചെയ്താലും മതി. എപ്സൻ്റെ പുതിയ ആപ്ലിക്കേഷൻ ഉണ്ട്, എപ്സൺ സ്മാർട്ട് പാനൽ. അത് പല ഫോണിലും ചെറിയൊരു ഹാങ്ങിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഏറ്റവും സിമ്പിളായിട്ട് മൊബൈലിൽ നിന്ന് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി എപ്സൻ്റെ തന്നെ പഴയ വെർഷനായ എപ്സൺ iPrint ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കേണ്ടത്. ജസ്റ്റ് അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ ജസ്റ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ താഴെ കാണുന്ന അഗ്രി ക്ലിക്ക് ചെയ്യുക. താഴെ കാണുന്ന ഓക്കെ എന്നുള്ളത് കൊടുക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രിൻ്ററിൻ്റെ വൈഫൈ ഡയറക്റ്റ് എനേബിൾ ആയിരിക്കണം. അതേപോലെ പ്രിൻ്ററിൻ്റെ വൈഫൈ പാസ്വേഡും അറിഞ്ഞിരിക്കണം, എങ്കിൽ മാത്രമേ കണക്റ്റ് ആവുകയുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഹോം പേജ് വരുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് മൊബൈലിൻ്റെ വൈഫൈ സെറ്റിങ്സിൽ പോയി പ്രിൻ്ററിനെ കണക്റ്റ് ചെയ്യണം. അപ്പോൾ ഐഫോൺ ആവുന്ന സമയത്ത് നമുക്ക് സെറ്റിങ്സ് ഓപ്പൺ ആക്കി വൈഫൈയിൽ പോയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തു, അതിൽ വൈഫൈ എടുത്തപ്പോൾ നമ്മുടെ പ്രിൻ്ററിൻ്റെ പേര് ഇവിടെ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ആ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പാസ്വേഡ് ടൈപ്പ് ചെയ്ത്, പാസ്വേഡ് ചോദിക്കുന്നതാണ്, പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കണക്റ്റ് ചെയ്യുക. തിരിച്ച് നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രിൻ്റർ ഈസ് നോട്ട് സെലക്റ്റഡ് എന്ന് മുകളിൽ എഴുതിയിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ സെലക്ട് പ്രിൻ്റർ ചോദിക്കും. അവിടെ നമ്മൾ വൈഫൈ സെറ്റിങ്സിൽ കണക്ട് ചെയ്തുകൊണ്ട് പ്രിൻ്ററിൻ്റെ പേര് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് കണക്ട് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന എപ്സൺ iPrint യൂസിങ് എപ്സൺ iPrint എന്നുള്ള സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അതോടുകൂടി നമ്മുടെ പ്രിൻ്റർ കണക്റ്റ് ആവുന്നതാണ്. അപ്പോൾ ഇതാണ് ഹോം പേജ് വരുന്നത്. ഇവിടെ നമുക്ക് മെയിനായിട്ട് കാര്യമായിട്ടുള്ളത് 3 ഓപ്ഷനാണ്: പ്രിൻറ്റ് ഫോട്ടോസ്, പ്രിൻറ്റ് ഡോക്യുമെൻറ്റ്, സ്കാന്. സ്കാൻ പറഞ്ഞാൽ നമുക്ക് ഡോക്യുമെൻറ്റ് സ്കാനറിൽ വെച്ചതിന് ശേഷം ഇവിടെ സ്കാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡോക്യുമെൻറ്റ് നമ്മുടെ ഫോണിലേക്ക് സേവ് ആവുന്നതാണ് സ്കാൻ ചെയ്തുകൊണ്ട്. ഞാൻ അപ്പോൾ ജസ്റ്റ് സാമ്പിളിന് വേണ്ടി ജസ്റ്റ് സ്കാൻ ക്ലിക്ക് ചെയ്തു. അവിടെ സ്കാനിങ്ങിൻ്റെ സെറ്റിങ്സാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ നമുക്ക് സെറ്റിങ്സ് മാറ്റി കൊടുക്കാവുന്നതാണ്. A4 വേണമെങ്കിൽ A4, ലെറ്റർ വേണമെങ്കിൽ ലെറ്റർ ആക്കാവുന്നതാണ്. അതേപോലെ ഇമേജ് ടൈപ്പ് കളറിലാണ്, ഇമേജ് ടൈപ്പ് ഏതാണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതേപോലെ റെസൊല്യൂഷൻ ഏതാണ് വേണ്ടതെന്നുള്ളത് ചൂസ് ചെയ്യാവുന്നതാണ്. ലിമിറ്റഡ് ആക്സസ് ഉണ്ടാവുകയുള്ളൂ, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഫുൾ ഓപ്ഷൻസ് നമുക്ക് കമ്പ്യൂട്ടറിൽ മാത്രമേ അവൈലബിൾ ആവുകയുള്ളൂ. ക്രോപ്പിംഗ് കാര്യങ്ങളൊന്നും ഇതിൽ പോസിബിൾ അല്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് കഴിഞ്ഞതിന് ശേഷം സ്കാൻ കൊടുത്തു. സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുന്നു, കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ സ്കാനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫോണിലേക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് കാണുന്ന ഓപ്ഷനില്ലേ, താഴെ ഫ്ലോപ്പി ഡിസ്കിൻ്റെ ഒരു എംബ്ലം കാണുന്ന, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ആ ക്ലിക്ക് ചെയ്യുമ്പോൾ ലോക്കൽ ഫോൾഡർ സെലക്ട് ചെയ്യുക നമ്മൾ. അപ്പോൾ നമ്മൾ പ്രിൻ്ററിൻ്റെ നമ്മൾ ഡോക്യുമെൻ്റ് ഏത് പേരിലാണ് നമ്മൾ സേവ് ചെയ്യേണ്ടത് എന്നുള്ളതും ഏത് ഫോർമാറ്റിലാണ് സേവ് ചെയ്യേണ്ടതെന്നും നമുക്കിവിടെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് താഴെ കാണുന്ന സേവ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അത് സേവ് ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ ഫോണിൽ ഇപ്പോൾ സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ഡോക്യുമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ പ്രിൻറ്റ് ഡോക്യുമെൻ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഫോട്ടോസാണ് പ്രിൻറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പ്രിൻറ്റ് ഫോട്ടോസ് സെലക്ട് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഫോണിലുള്ള സകല ഫോട്ടോ ഫയലുകളും കൂടെ ഓപ്പണായി വരുന്നതാണ്. ഇതിൽ നമുക്ക് ഏതാണോ വേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് പ്രിൻറ്റ് ഡോക്യുമെൻ്റ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പ്രിൻറ്റ് ഡോക്യുമെൻ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ബാക്ക് അടിച്ചതിന് ശേഷം ജസ്റ്റ് പ്രിൻറ്റ് ഡോക്യുമെൻ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മളിവിടെ നമ്മൾ നേരത്തെ സേവ് ചെയ്തൊരു ഫയൽ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ പ്രിവ്യൂ ഇവിടെ ജസ്റ്റ് കാണാം. ഇതാണ് ഫൈനൽ സ്റ്റെപ്പ്. ഇവിടെ താഴെ കാണുന്ന പ്രിൻ്റ് എന്ന് ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മൊബൈലിൽ നിന്നാകുമ്പോൾ എവറി ടൈം നിങ്ങൾ ആ മുകളിൽ കാണുന്ന സെറ്റിങ്സിൽ ജസ്റ്റ് ഒന്ന് പോകണം. ഇവിടെ ആദ്യം നമുക്ക് മാറ്റാനുള്ളത് പേപ്പർ സൈസാണ്. നമ്മൾ ഇഷ്ടാനുസരണം നമുക്ക് പേപ്പർ സൈസ് മാറ്റാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എത്ര കോപ്പീസ് വേണമെന്നുള്ളത് മുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് എത്ര കോപ്പീസ് വേണമെന്നുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ അതിൻ്റെ താഴെ കാണുന്ന മീഡിയ ടൈപ്പ്,
ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ പേപ്പർ ഏത് ടൈപ്പ് പേപ്പറാണ് പ്രിൻ്ററിൻ്റെ ട്രയൽ വെച്ചിട്ടുള്ളതെന്നാണ് ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കേണ്ടത്. നോർമലി പ്രീമിയം ഫോട്ടോ പേപ്പറാണ് ഉണ്ടാവുക. നിങ്ങളത് സാധാ പേപ്പറായിരിക്കും, അതായത് സാധാ പ്ലെയിൻ പേപ്പറായിരിക്കും ട്രയൽ വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഈ സെറ്റിങ്സിൽ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഇങ്ക് വേസ്റ്റ് ആവുന്നത് മാത്രമല്ല ചിലപ്പോൾ പേപ്പർ കുടുങ്ങാനും സാധ്യതയുണ്ട്. അപ്പോൾ അത് മാറ്റിയാണ്ട് പ്ലെയിൻ പേപ്പർ ആക്കണം. എന്നിട്ട് അതിന് ശേഷം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഈ പ്രിൻറ്റ് ക്വാളിറ്റി. നോർമൽ കേസിൽ ഇത് ഫോട്ടോ പ്രിൻറ്റ് ചെയ്യുമ്പോൾ അത് ഹൈ ക്വാളിറ്റിയിലായിരിക്കും ഉണ്ടാവുക. പുതിയ പ്രിൻ്ററൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സ്റ്റാൻഡേർഡ് തന്നെ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അത് സ്റ്റാൻഡേർഡാക്കി മാറ്റണം. പിന്നുള്ളത് ബാക്കിയുള്ളത് മെയിൻ സെറ്റിങ്സ് ഒന്നുമല്ല. നമുക്ക് കളർ വേണോ, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വേണോ, 2 സൈഡ് വേണോ എന്നുള്ളതൊക്കെയാണ് ഈ ചോദിക്കുന്നത്. അത് നിങ്ങൾ ഇഷ്ടാനുസരണം മാറ്റിയതിന് ശേഷം ഡൺ കൊടുക്കുക. എന്നിട്ട് മാത്രം താഴെ കാണുന്ന പ്രിൻ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതോടുകൂടി പ്രിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുന്നു. പ്രിൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡോക്യുമെൻറ്റ് വരുന്നത്. അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.